നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഒരു യാത്രയിലാണ്. യാത്രയ്ക്കിടയിൽ ഒന്ന് രണ്ട് കസ്റ്റമർക്ക് സാധനമൊക്കെ കൊടുത്ത് വെളുപ്പാങ്കാലത്ത് സാധനമൊക്കെ കൊടുത്തിട്ട് വന്നതാണ്. ഇനി അടുത്ത ഒരു കസ്റ്റമറിന് നമ്മൾ സാധനം കൊടുക്കും. ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരു കസ്റ്റമർ അവിടെ ഇപ്പോൾ ഉണ്ട്. പുള്ളിക്ക് കുറച്ച് സാധനം കൊടുക്കണം. പുള്ളി അവിടെ ഇപ്പോൾ ഉണ്ട്, സാധനം എടുത്ത് കൊടുക്കാം. 4:30 ആയപ്പോൾ ഇറങ്ങിയതാണ് നമ്മൾ വെളുപ്പിന്. തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറുണ്ട്, നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറാണ്. എപ്പോൾ വന്നാലും നമ്മൾ അവർക്ക് സാധനം കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഈ അടുത്ത സമയത്ത് നമ്മൾ സാധനം കൊടുത്തതേ ഉള്ളൂ. വീണ്ടും വന്നപ്പോൾ അവർക്ക് കുറച്ച് സാധനം കൂടെ കൊടുത്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് സാധനം കൊടുത്തു. വീണ്ടും യാത്ര തുടരാൻ പോവാണ്. ഇന്നത്തെ യാത്രയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ മൊത്തം സൈഡും ഷൂട്ട് ചെയ്താണ് പോകുന്നത്. മൊത്തം സൈഡും 2 സൈഡും നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുന്നത്. റോഡിൻ്റെ ശോചനീയാവസ്ഥയും പിന്നെ റോഡിൽ ഉള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എത്ര മണിക്കൂർ എടുക്കുമെന്നറിയാം. നമ്മളിപ്പോൾ തിരുവനന്തപുരം വരെ പോകുന്നത് 4:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയ ആൾക്കാരാണ്. വേറും പെതുക്കെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം കിട്ടിയാൽ മാത്രം ഒന്ന് കൈനൂത്ത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളിടത്തെല്ലാം വേറും പെയ്യെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. റോഡ് പണിയാണ്, പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ റോഡ് പണി ഒന്ന് സ്ലോ വന്നു പോകുന്നു. ഇടയ്ക്കൊന്ന് നല്ല സ്പീഡിലൊക്കെ ആയി വന്നതായിരുന്നു. ഇപ്പോൾ ഒന്ന് സ്ലോവിലാണ് റോഡ് പണി നടക്കുന്നത്. 2 ആഴ്ച മുമ്പ് നമ്മൾ തിരുവനന്തപുരം പോയിട്ട് വന്നത്. അന്നേരം ഉള്ളതുപോലെയൊക്കെ തന്നെ, റോഡിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പണിയൊന്നും സ്പീഡപ്പായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഇത് കണ്ടോ. ഒരു മാറ്റവും വന്നില്ല 2 ആഴ്ചയായിട്ടും. അന്നൊക്കെ ഉള്ളതുപോലെയൊക്കെ തന്നെ നടക്കുക. ആദ്യമൊക്കെ അവർ ഭയങ്കര സ്പീഡിലായിരുന്നു റോഡ് പണി നടന്നുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പോകാൻ. കണ്ടോ, ഇപ്പോൾ തിരുവനന്തപുരം യാത്ര ചെയ്യുന്നൊരു ലോങ്ങൊക്കെ പോകുന്ന ആൾക്കാർ എയർപോർട്ടിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർമാരെയൊക്കെ എളുപ്പം കാലത്ത് കാണാനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ നേരത്തെ ഇറങ്ങുന്ന നല്ലതായിരിക്കും. നമ്മളവിടെ എത്താൻ ഉദ്ദേശിക്കുന്ന സമയത്തിനേക്കാളും ഇവിടുന്ന് ഓടി എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂറും കൂടെ അധികം, സാധാരണ എത്തുന്ന സമയത്തേക്കാളും ഒരു 2 മണിക്കൂറും കൂടെ അധികം വേണ്ടി വരും. അത് കണക്കാക്കി നേരത്തെ ഇറങ്ങണം. നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തിരുവനന്തപുരം എയർപോർട്ടിലോട്ടൊക്കെ വരുന്ന ആൾക്കാർ നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിനേക്കാളും ഒരു 2-3 മണിക്കൂർ മുമ്പേ ഇറങ്ങിക്കോണം. ചിലയിടത്തൊക്കെ വലിയ പാടാണ്, പെട്ടുപോകുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. റോഡ് പണിയുടെ ആ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും സഹകരിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യമില്ല. അവർ ഈ സൈഡിലെ റോഡുകൾ ആദ്യം ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിൽ കൂടെ ഉള്ള ലോക്കൽ റോഡുണ്ടല്ലോ, അത് ആദ്യമേ അവർ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഗതാഗത കുരുക്ക് വരത്തില്ലായിരുന്നു. ആദ്യം അവരത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളിടത്തൊക്കെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്ത സ്ഥലത്താണ് നമ്മൾ ഈ പെട്ടുപോകുന്നത്. റോഡിൻ്റെ പണി പുരോഗമിച്ച് വരുന്നതിൻ്റെ ഇതാണ്. നമുക്ക് വഴിയോ റോഡോ ഒന്നും തന്നെ മനസ്സിലാകത്തില്ലെന്നുള്ള, സ്ഥലമൊന്നും കൃത്യമായിട്ട് പറയാൻ പോലും പറ്റത്തില്ല. നമുക്ക് ഒരടയാളോ ഒരു ഇതും വെച്ചിട്ട് നമുക്ക് സ്ഥലങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഏതാ സ്ഥലമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയത്തുമില്ല. ഒരു പണിയും ചെയ്യാതെ നടക്കുന്ന ആറ്റിങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കൊട്ടിയം പോലും തിരിച്ചറിയത്തില്ല. ആ രീതിയിലെല്ലാം പൊളിച്ചിട്ടേക്കുക. പിന്നെ ഇപ്പോൾ അവിടെ ലുലു മാൾ വന്നുകൊണ്ട് നമ്മൾ അറിയും. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ
അപ്പം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കറിയാം ഈ പാടും ദുരിതവും. അല്ലാതൊക്കെ പോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എയർപോർട്ടിലൊക്കെ പോകാനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കണക്കാക്കി നേരത്തെ ഇറങ്ങിക്കോണം. റോഡ് പണി ആയതുകൊണ്ട് സമയത്ത് ഓടിയെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി നേരത്തെയൊക്കെ ഇറങ്ങിയാൽ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റും ബുദ്ധിമുട്ടില്ലാതെ. നമുക്കൊക്കെ സഹകരിച്ചല്ലേ പറ്റത്തുള്ളൂ. റോഡ് പണി നമുക്ക് റോഡ് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കി നമ്മളെല്ലാം സഹകരിച്ച് പോയേ പറ്റത്തുള്ളൂ. അതിൽ വലിയ രസങ്ങളുണ്ട്. ഈ റോഡ് 4 വരി പാത വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിക്കും അടി നടക്കും. കാരണം നമ്മുടെ നാട്ടിൽ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും വെളിയിലൊന്നും പോകാത്ത ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ ഈ 4 വരി പാതയുടെ പ്രാധാന്യങ്ങളോ ഒന്നും അറിയത്തില്ല. അത് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 4 വരി പാത എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്പീഡാണ് ഈ ഒരേ പാതയിൽ എടുക്കേണ്ടതെന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല. പുറത്തോട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമ്മുടെ നാട്ടിൽ കിടന്ന് ഓടുന്ന ആൾക്കാർക്ക് അറിയത്തില്ല 4 വരി പാത വരുമ്പോൾ സ്പീഡ് ട്രാക്കിലൊന്നും കയറാൻ പാടില്ല. സ്ലോയിൽ പോകുന്നവരൊക്കെ സ്പീഡ് ട്രാക്കിൽ കയറുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട്. അതൊക്കെ സ്പീഡിലൊക്കെ വരുന്ന ആൾക്കാർ വന്ന് വണ്ടി ഇടിക്കുകയും ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സീരിയൽ മൊത്തം ഇവിടെയൊക്കെ വെച്ചാണ് എടുക്കുന്നത്. മലയാള സീരിയൽ മൊത്തം ഈ ഭാഗങ്ങളാണ്. ഏത് സീരിയൽ എടുത്ത് നോക്കിയാലും ഇത്തരം കെട്ടിടങ്ങളെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ വല്ല ബോംബെ ഒക്കെ കാണിക്കുമ്പോഴാണ് ഇതേപോലത്തെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ചെന്നൈയോ ബോംബെ ഒക്കെ കാണിക്കുമ്പോഴാണ് ഇതേപോലത്തെ വലിയ കെട്ടിടങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതെല്ലാം തിരുവനന്തപുരത്ത് വരുമ്പം നമുക്ക് കാണാവുന്നതാണ്. ഇതുണ്ടോ? എല്ലാം ബോംബെയിലെ കൂട്ടം ഗൾഫിലെ കൂട്ടമൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. വലിയ ബിൽഡിങ് നമ്മുടെ നാട്ടിലും ആയെന്നുള്ളത്. നോക്ക്, എങ്ങോട്ട് നോക്കിയാലും 10 നില കെട്ടിടങ്ങളാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? 2 സൈഡിലും തിരുവനന്തപുരം എത്തി ആ 2 സൈഡിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ടോ? പണ്ടൊക്കെ കൊച്ചിലെയൊക്കെ നമ്മൾ ബോംബെ കാണിക്കുമ്പോഴോ അല്ലെ ദുബായ് കാണിക്കുമ്പോഴോ ഒക്കെ സിനിമയിലൊക്കെ നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇതേപോലത്തെ ബിൽഡിങ്ങൊക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലും പുരോഗമനമായെന്നുള്ളതാണ്. വികസനങ്ങളൊക്കെ വന്നതിൻ്റെ പേര് നമ്മുടെ നാട്ടിലും വലിയ അമ്പലച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. ഈ ഭാഗം മൊത്തം നമ്മുടെ മലയാള സീരിയലിനകത്ത് ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. IT പാർക്കിൻ്റെ ആ ഏരിയയാണ് മൊത്തം സ്ഥലം. നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം പരിചയമുള്ള സ്ഥലങ്ങൾ. ആ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ പരിചയമുള്ള. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കഴക്കൂട്ടം ഒരു പാലത്തിൻ്റെ പണി അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. നമ്മൾ ആ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയം തൊട്ട് വരാൻ തുടങ്ങിയതാണ്. ഒരു പാലത്തിൻ്റെ പണി അങ്ങോട്ട് തീർന്ന് അതിൻ്റെ ഉദ്ഘാടനം അങ്ങോട്ടായിട്ട് 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത പാലം തുടങ്ങിയെന്നുള്ള അവിടെ ഇതുണ്ടോ? ഒരു പാലത്തിൻ്റെ പണി തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ കഴക്കൂട്ടത്ത്. അപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ബിൽഡിങ്ങൊക്കെ സീരിയലിൽ എപ്പോഴും കാണിക്കുന്നതാണ്. കഴക്കൂട്ടത്ത് അടുത്ത പണി തുടങ്ങിയെന്നുള്ളതാണ്. ഒരു 2-3 വർഷം ആ പാലം പണിയുടെ പേരിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയതാണ് അതിൻ്റെ അടിയിൽ കൂടെ പോകാനാണ്. ഇപ്പോൾ പാലം ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും അവിടെ ഇതേപോലെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ട് വീണ്ടും പണി നടക്കുക. ആ പാലം പണിഞ്ഞ ആൾക്കാരൊക്കെ തന്നെ വീണ്ടും അവിടെ തന്നെ ഇന്ന് ഇത് പോകാതെ തന്നെ അവിടെ തന്നെ പണി നടത്തുക എന്നുള്ളതാണ്. കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. വണ്ടി പോകുമ്പം തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. വലിയ ബോംബെയിലൊക്കെ കൂട്ട് വലിയ കെട്ടിടങ്ങളും നല്ല റോഡുകളും ഒക്കെ തിരുവനന്തപുരത്ത് സിറ്റിയിലായിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ഒഴുകി പോകാനുള്ള സംവിധാനം മാത്രം ചെയ്തിട്ടില്ലെന്നുള്ളൂ. വെള്ളക്കെട്ട് വരും. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടും. അതിൻ്റെ ഒരു സാധ്യതകൾ അവരാരും കണ്ടിട്ടില്ല. ഒഴുകിപ്പോകാൻ വേണ്ടിയുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ ഓടയൊക്കെ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട് ഇപ്പം പുതിയ റോഡിനകത്ത് സൈഡിൽ നമുക്ക് ഓടയൊക്കെ ഉണ്ട്. സിറ്റിയിലൊക്കെ വെള്ളം പൊങ്ങിയ വലിയ പാട് തന്നെ. ഇതിപ്പോൾ നമ്മൾ കഴക്കൂട്ടം പാലം കയറാൻ പോവുക.
അത് ഇച്ചിരി സ്പീഡിൽ ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ് കഴക്കൂട്ടം പാലത്ത്. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. ഇവിടെയൊക്കെ 2 ലൈൻ പാതയാണ് കേട്ടോ. ഒന്ന് സ്പീഡ് ട്രാക്കാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർ കാണിക്കുന്നത് എന്തുവാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എത്ര ഹോൺ അടിച്ചാലും അവർ മാറ്റത്തില്ല. അവർ ആ സ്പീഡ് ട്രാക്കിൽ നിന്ന് മാറ്റത്തില്ല. അവർക്ക് അറിയത്തില്ല ഇതെന്തുവാന്ന്. 2 വരി പാതയാണ്. ഒന്ന് സ്പീഡ് ട്രാക്കാണ്, ഒന്ന് സ്ലോയിൽ പോകേണ്ടതാണ്. പക്ഷേ അവർ അത് അനുസരിക്കത്തതേ ഇല്ല. അതിൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ കിടന്ന് ഇഴയുന്ന പരിപാടി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോൺ അടിച്ചാലും അവർ ഈ ട്രാക്കിൽ നിന്ന് മാറത്തില്ല. സ്ലോയിൽ പോകുന്ന ആൾക്കാർ ഈ ട്രാക്കിൽ തന്നെ അവർ നിൽക്കത്തുള്ളൂ. അത് ഇനി 4 വരി പാതയാകുമ്പോൾ ഇതിൻ്റെ പേര് ഒരുപാട് വഴക്കുകളും അടികളും ഒക്കെ നടക്കും. സംഭവം അവർക്ക് അറിയത്തില്ല. എല്ലാ ട്രാക്കിൽ കൂടെ എല്ലാ വണ്ടിയും ഓടാമെന്നാണ് ഈ ഇവിടുത്തെ നാട്ടിലെ കുറേ ഡ്രൈവർമാർ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ ലോറിക്കാരനെ നമ്മൾ കുറേ നേരമായിട്ട് ഹോൺ അടിക്കുവാണ്. പുള്ളി ഒരു കാരണവശാലും ഈ ട്രാക്കിൽ, ഇത് സ്പീഡ് ട്രാക്കിലാണ് പുള്ളി, പക്ഷെ മാറത്തില്ല. ഒരു കാരണവശാലും പുള്ളി മാറിത്തരത്തില്ല. വേണമെങ്കിൽ നമ്മൾ മാറിപ്പോക്കണം. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോകാവുന്ന കാര്യമേ ഉള്ളൂ, പുള്ളി പോകത്തില്ല. ഇപ്പുറത്തൂടെ തന്നെ സ്പീഡ് ട്രാക്കിൽ കൂടെ തന്നെ പുള്ളി പോകത്തുള്ളൂ. അതാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർമാരുടെ ഒരു കുഴപ്പം. ഇനി ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇനി അതിനും കൂടെ ഒരു ബോധവൽക്കരണം നടത്തണമെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ലല്ലോ. 4 വരി പാതയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ അതിന് വല്ല കൗൺസിലിങ്ങൊക്കെ ക്ലാസ്സുമൊക്കെ എടുക്കേണ്ടി വരും. ഈ പാതയുടെ പ്രാധാന്യങ്ങൾ, ഒന്ന് സ്പീഡ് ട്രാക്ക് കൊടുക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ സ്ലോ പോകാനുള്ളത് കൊടുക്കുന്ന എന്തിനാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഇച്ചിരി എളുപ്പം പോകേണ്ടവർക്ക് ആ ട്രാക്ക് വെറുതെ വിട്ടുകൊടുക്കുക. സ്ലോയിൽ പോകേണ്ട ആൾക്കാർ ഇപ്പുറത്തൂടെ പോകുക. അതൊന്നും ചെയ്യത്തില്ല. അതൊന്നും അറിയത്തില്ല. ഇവർക്ക് എല്ലാം ഒരേപോലെ പഞ്ചായത്ത് റോഡിൽ കൂടെ ഒക്കെ പോകുന്നത് പോലുള്ള രീതിയിലാണ് അവർ ഇതിലൊക്കെ കയറി. എക്സ്പ്രസ് ഹൈവേയിലൊക്കെ പോകുന്നതും അവർ അതേ രീതിയിലാണ്. ഒരു മാറ്റവും ഇല്ല. അതിന് പ്രത്യേകം അവർക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. ഇനി ലൈസൻസ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടി എന്തെങ്കിലും ക്ലാസ്സൊക്കെ എടുക്കേണ്ടി വരും. കേരളത്തിന് പുറത്ത് പോയിട്ടില്ലാത്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പുറത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഏതൊക്കെ ട്രാക്ക് ഏതൊക്കെ സ്പീഡിൽ ഓടേണ്ടതാണ്. അപ്പോൾ വീണ്ടും ഒരു തിരുവനന്തപുരം യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. വെളുപ്പിനെ ഇറങ്ങിയതാണ്. നമ്മൾ ലക്ഷ്യസ്ഥാനം എത്താറായി. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരുക. ബിസിനസ് കാര്യത്തിനല്ലാത്ത ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. ആ യാത്രക്കിടയിൽ കുറേ ആൾക്കാർക്ക് നമ്മുടെ കുറേ പ്രോഡക്റ്റുകൾ കുട്ടിയത്ത് കൊടുത്തായിരുന്നു. നമുക്ക് പിടിക്കാൻ പറ്റിയില്ല രാത്രി ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.